ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ്. ഇന്ന് ഏപ്രിൽ 10th ആണ്. ഇന്ന് കാക്കനാട് പാട്ടുപുരയ്ക്കൽ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഡാൻസ് സ്കൂളിൻ്റെ വക ഒരു പെർഫോമൻസ് ഉണ്ട്. നാട്യദർപ്പണ ഡാൻസ് സ്കൂൾ കാക്കനാടിൻ്റെ വക ഒരു പെർഫോമൻസ് ഉണ്ട്. രാത്രി 7 PM to 8:30 PM വരെയാണ് പെർഫോമൻസ്. അപ്പോൾ ഞാനും എൻ്റെ ഗ്രൂപ്പും കൂടിയിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് ഒരു 10 years ആയിട്ട് ആണ് ഒരു പ്രോപ്പറായിട്ടൊരു സെമി ക്ലാസിക്കൽ ഡാൻസ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാൻ. കാരണം അതിൻ്റെ ഒരു ഡ്രസ്സ് ഇടാനും ആ മേക്കപ്പ് ഇടാനും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ ഏപ്രിൽ 10th ഞാൻ പ്രോഗ്രാം എന്ന് പറഞ്ഞത്. ഇന്ന് ഏപ്രിൽ 10th ആണ്. എന്തായാലും ഈ വ്ളോഗ് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആകും, കാരണം ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, മേക്കപ്പ്, ഡ്രസ്സ് എല്ലാം എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം എന്നുണ്ട്. കാരണം ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ഡാൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുകയാണ്. ഇനി വഴിയെ ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. എങ്ങനെയുണ്ട് അഞ്ജലി ഇപ്പൊ മേക്കപ്പ് ചെയ്തിട്ട്? വളരെ നല്ലൊരു ഇതാണ്. അതല്ലേ, എനിക്ക് വളരെ സന്തോഷമായി. എനിക്ക് ഇവരുടെ കൂടെ നൃത്തം കളിക്കാൻ പറ്റുന്നതിൽ ഞാൻ വളരെ കൃതജ്ഞയാണ്. എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിന്റെ യൂട്യൂബ് ചാനൽ അല്ലേ? എന്റെ യൂട്യൂബ് ഈ യൂട്യൂബ് ചാനൽ ചെവിക്ക് കുറച്ച് കുറവുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. കുട്ടിയുടെ തല മാത്രം കേട്ടിട്ട്. പ്രോഗ്രാം ഒരു 7 ആണെന്ന് പറയുന്നെങ്കിലും പിന്നീട് അത് 7:30 ആണെന്ന് അറിയിച്ചു. എങ്കിൽ കൂടി നമുക്ക് ഇത്രയും പേരെ മേക്കപ്പ് ചെയ്ത് എടുക്കാനുള്ളതുകൊണ്ടും ഹെയറും എല്ലാം പ്രൊഫഷണലി തന്നെ സെറ്റ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഒരു 11-11:30 തന്നെ മിക്കവരുടെയും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലാസിക്കൽ ഡാൻസർ ഒരു സ്റ്റേജിലോട്ട് കയറുന്നതിന് മുൻപ് എന്തൊക്കെ സംഭവങ്ങളാണ് ചെയ്യേണ്ടത്, അതായത് എന്തൊക്കെ തരത്തിലുള്ള മേക്കപ്പാണ്, ഹെയർ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സാമ്പിൾ ഇതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ഈ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫുള്ളായിട്ടുള്ള മേക്കപ്പ് ഇല്ലെങ്കിലും ഒരുവിധം എങ്ങനെയൊക്കെയാണ് മേക്കപ്പ് കവർ ചെയ്യണതെന്നും ഹെയർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ആ മേക്കപ്പ് ചെയ്യുന്നത്, ഹെയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഐ മേക്കപ്പ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഐ മേക്കപ്പിൽ കൊടുത്തിരുന്നത് ബ്ലൂ കളറായിരുന്നു. ബാക്കിയുള്ളവരുടെയൊക്കെ ഒരു പിങ്കിഷ് ആൻഡ് റെഡിഷ് ഷെയ്ഡായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത്. ബാക്കിയുള്ള നമ്മുടെ ബേസ് മേക്കപ്പ് ഒക്കെ കോമൺ തന്നെയായിരുന്നു. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ് കേട്ടോ.
ക്ലാസിക്കൽ ഡാൻസിലെ ഏറ്റവും മെയിനായിട്ട് വരുന്നൊരു സംഭവമാണ് നമ്മുടെ ഐ മേക്കപ്പ്. എസ്പെഷ്യലി ആ വാലിട്ട് കണ്ണ് എഴുതുന്നത്. അതെനിക്ക് മറ്റുള്ളവരെ ചെയ്ത് കാണാനും അത് എഴുതുന്നത് കാണാനും അതിനുശേഷം അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ലുക്ക്, ആ ഒരു പ്രൊഫഷണൽ ലുക്ക് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ആ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ആ ഒരു മേക്കപ്പിൽ ശരിക്കും ഒരു പൂർണ്ണത വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ചെയ്തു തരുന്നത് സുബി എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. പുള്ളി സെലിബ്രിറ്റീസിനൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, സുബി മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സെലിബ്രിറ്റീസിനെ മേക്കപ്പ് ചെയ്തതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു മേക്കപ്പ് മാൻ തന്നെയായിരുന്നു നമുക്ക് വന്നിട്ട് നമ്മളുടെ ഐ മേക്കപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്ത് തന്നത്. ഇവരെ കൂടാതെ തന്നെ നമുക്ക് ഹെയർ മേക്കപ്പിന് വേണ്ടിയിട്ടും കോഴിക്കോട് നിന്ന് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ ബേസ് മേക്കപ്പ് ചെയ്ത് സഹായിക്കാനും ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ടോട്ടൽ 4 പേരാണ് നമുക്ക് മേക്കപ്പിന് വേണ്ടി വന്നിരുന്നത് കേട്ടോ. നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു നമ്മളുടെ മേക്കപ്പിൽ. ഇത് ഫുൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഈവനിങ് ഒരു 5:30, 6 ഒക്കെ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരുടെ മേക്കപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ലാസ്റ്റാണ് ഇടുന്നത്. അൽത്ത അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെ മേക്കപ്പ് തീർന്നായിരുന്നു. നമുക്ക് പല ഐറ്റം ഉണ്ട്. മോഹിനിയാട്ടത്തിൻ്റെ ഒരു ഐറ്റം ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ പക്ക ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നവരുണ്ടായിരുന്നു, പിന്നെ ഭരതനാട്യത്തിൻ്റെ 2-3 ഐറ്റം ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല കാറ്റഗറിയിലുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവരുടെ ഫോക്ക് ഡാൻസ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിക്കൽ പെർഫോമൻസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മളുടെ മേക്കപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ കുട്ടികൾ ഓരോന്നിനു വേണ്ടി ഒരുങ്ങുന്നതും എല്ലാം ഇവിടെ കാണാൻ പറ്റും കേട്ടോ. പല കാറ്റഗറിയിലുള്ള പല ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഡാൻസിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 1 വീക്ക് മുന്നേ തന്നെ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ചാനലിൽ പോയി കാണും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ കുറച്ച് BTS പാർട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സിനു സെബാസ്റ്റ്യൻ, നീതു വില്യം,
നീതു പോൾ, രാധിക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് നീതു സൈനിങ് ഓഫ്. ബൈ.